ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയും 2 സ്പൂൺ തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അരിപ്പൊടിയും 2 സ്പൂൺ തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. ഇതിലേക്ക് ഞാനിതാ 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ വേണ്ടിയത് ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു തവി ചോറ് കേട്ടോ. ചോറ് ഓവറാവരുത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തണം. ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു അരിപ്പൊടി നനയുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അധികം അങ്ങോട്ട് കട്ടിയാവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലായിട്ട് ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേ അളവിലാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത്. ഇതൊരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സോഡാകാരൊക്കെ ഇട്ടുകൊണ്ട് ഒരു 3 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയേ. ഇതുപോലെ നന്നായിട്ട് 2 മിനിറ്റ് നേരം ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഒരു മാവ് തുറന്നപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓവറായിട്ട് നമ്മൾ ഈ ഒരു ഫുള്ള് പൊങ്ങണമെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് എന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാത്രം എടുത്തണം കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് അതിക്കതാ കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് എന്നങ്ങോട്ട് തട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാനൊരു പാത്രം ചെമ്പട്ടി ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. അങ്ങനെ ചെമ്പട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മളിതാ ഇതുപോലെ ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചേനെ. ഈ ഒരു സമയത്ത് ഞാൻ ബാക്കിയുള്ള മാവുണ്ടല്ലോ ഏകദേശം ഒരു 1.5 തവി മാവ് ഉണ്ടാവും കേട്ടോ. അത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ പഞ്ഞിയപ്പം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റുള്ള വട്ടയപ്പം, അത് ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എളുപ്പമാണ്. വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പഞ്ഞിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ മാവ് ഇത് തന്നെ മതി. 1.5 തവി മാവട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ഇഡ്ഡലിത്തട്ടിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ല സോഫ്റ്റുള്ള പഞ്ഞിയപ്പം റെഡിയാവേ. ഒരുപാട് ടൈമൊന്നും വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ലൊരു പഞ്ഞിയപ്പാണ്. ഇനി ചൂടാറിയതിന് ശേഷം ഈ ഒരു പഞ്ഞിയപ്പം വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് ഒരു കത്തിത്തിട്ടോ ഇതുപോലെ ജസ്റ്റ് എന്നിങ്ങോട്ട് ആരും ഇങ്ങനെ വിടിച്ച് കൊടുത്താൽ മതിയിട്ട് നല്ല സോഫ്റ്റുള്ള പഞ്ഞിയപ്പം റെഡിയാവേ. അപ്പോൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേനെ. ഇനി ഈ കേക്ക് കണ്ടില്ലേ, ഏകദേശം 20 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീന് കേട്ടോ. ഒരു കത്തി വെച്ചിട്ട് ഒട്ടണില്ല എന്ന് കണ്ടാൽ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട്
മാറ്റി വെച്ചാൽ മതി. നല്ല സോഫ്റ്റ് ചൂടാറണം പ്രത്യേകം ശ്രദ്ധിക്കണേ, എന്നാൽ നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടുകയുള്ളേ. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല സോഫ്റ്റുള്ള കേക്ക് റെഡി ആയിനെ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനം അരിപ്പൊടി, 2 സ്പൂണ് തേങ്ങ, കുറച്ച് പഞ്ചസാര, അത് മാത്രം മതി കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മുട്ട അതൊക്കെ വേണമല്ലോ, അതൊന്നും വേണ്ടല്ലോ. അപ്പോൾ റെഡി ആയിണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു വട്ടയപ്പം നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീന് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട്